ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രവി സത്യങ്ങൾ അറിഞ്ഞിരിക്കുകയാണ്. അതായത് ഇന്ദ്രനും ഹർഷയും തമ്മിൽ സംസാരിക്കുമ്പോഴാണ് ഈ സത്യങ്ങൾ രവി അറിയുന്നത് കേട്ടോ. പക്ഷേ താൻ അറിഞ്ഞതായി ഒന്നും ഭാവിക്കില്ല. അങ്ങനെ ഇന്ദ്രനോട് ഹർഷ പറയാണ്, നിൻ്റെ കുഞ്ഞാണ് എൻ്റെ വയറ്റിലെന്ന് പറയുമ്പോൾ നീ വെറുതെ കള്ളം പറയരുതെന്ന് പറയുമ്പോൾ അന്ന് ഓർക്കുന്നു, നിൻ്റെ അമ്മയോട് ആവശ്യപ്പെട്ട് ഞാൻ സോന താമസിക്കുന്ന ആ വാടക വീട്ടിലോട്ട് നിന്നെ എത്തിച്ചു തരാൻ പറഞ്ഞപ്പോൾ നിൻ്റെ അമ്മ എനിക്ക് അത് ചെയ്തു തരികയും പിന്നീട് അന്ന് ഞാനും നീയുമായുള്ള ആ ഒരു സംഭവം എന്ന് പറയുമ്പോൾ ഹർഷേ, അന്ന് ഞാൻ ഒരുപാട് തവണ നിന്നോട് പറഞ്ഞതാണ് എന്നെ നീ കീഴ്പ്പെടുത്താൻ ശ്രമിക്കേണ്ടെന്ന്. പക്ഷേ അത് നീ എന്തിന് ചെയ്തു എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ രവി ഇത് കേൾക്കുന്നുണ്ടെന്ന് അറിയാതെ ഹർഷ പറയാണ്, അത് ഞാൻ ചെയ്തില്ലെങ്കിൽ ഈ പറയുന്ന രവി എന്നെ സംശയിച്ചു പോകും. കാരണം രവിക്ക് ഒരിക്കലും കുട്ടികൾ ഉണ്ടാവില്ല എന്ന സത്യം ഡോക്ടർ വെളിപ്പെടുത്തിയത് തന്നെയാണ്. അതുകൊണ്ട് 99% രവിക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ രവി എന്നോട് ചോദിക്കില്ലേ, നിൻ്റെ ആദ്യത്തെ കുഞ്ഞ് അത് ആരുടെ കുഞ്ഞെന്ന്. എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്ത നിനക്കിങ്ങനെ കുഞ്ഞുണ്ടായി എന്ന ആ ചോദ്യത്തിന് മുന്നിൽ എനിക്ക് ഉത്തരം പറയാനാവില്ല. എന്നാൽ പിന്നീട് ഞാൻ അത് അറിയുമോ എന്ന് പേടിച്ച് രവിയെ ഞാൻ കായലിൽ തള്ളി താഴെ ഇടാൻ ശ്രമിക്കുക പോലും ചെയ്തു, കൊല്ലാൻ ശ്രമിച്ചു. പിന്നീടും അവൻ തിരിച്ചു വന്നു. ഞാൻ അതൊക്കെ ചെയ്തത് നിൻ്റെ കൂടെ ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് എന്നുള്ള ആ സത്യങ്ങളെല്ലാം രവി അറിയണം കേട്ടോ. അത് ഹർഷയുടെ വായിൽ നിന്ന് തന്നെയാണ് അറിയുന്നത്. അങ്ങനെ പിന്നീട് രവി ഓരോ ദിവസവും സുശീലയും ഹർഷയും തമ്മിലുള്ള സംഭാഷണങ്ങൾ ആരും അറിയാതെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. പക്ഷേ ഹർഷയുടെ വിചാരം ഇതൊന്നും രവി അറിയുന്നില്ലെന്നാണ്. അങ്ങനെ പിന്നീട് സുശീല വന്നപ്പോൾ സുശീലയോട് പറയുന്നുണ്ടല്ലോ, ആൻറ്റിയാണ് എനിക്ക് ഇന്ദ്രനെ എൻ്റെ മുന്നിലോട്ട് എത്തിച്ചു തന്നതും ആൻറ്റിയാണ് ഞാനും ഇന്ദ്രനും തമ്മിൽ കൂടിച്ചേരാൻ ഒരു അവസ്ഥ ഉണ്ടാക്കി തന്നതും സോനയുടെ വീട്ടിൽ വെച്ച്. അന്ന് ഞാനും ഇന്ദ്രനും ആൻറ്റി മനഃപൂർവ്വം ആ വീട്ടിൽ നിന്ന് ഒഴിവായി ഞങ്ങളെ തമ്മിൽ കൂട്ടിച്ചേർത്തിട്ട് ഇപ്പോൾ ആൻറ്റി എന്നെ കൈയൊഴുകയാണോ എന്ന ആ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് ഇങ്ങനെ രവി കേൾക്കണം കേട്ടോ. അങ്ങനെ രവി ഒരു തീരുമാനമെടുക്കണേ. എത്ര ഒഴിഞ്ഞു പോവാൻ ഇന്ദ്രൻ ശ്രമിക്കുമ്പോഴും ഇന്ദ്രനെ മുറുകെ പിടിച്ച് ഹർഷയുടെ കൈകളിൽ വെച്ച് കൊടുക്കുന്നത് ഈ സുശീലയാണ്. അതും അനുപമയോടുള്ള ദേഷ്യം. ഇന്ദ്രൻ ഏത് വിധത്തിലും നാണം കെട്ടാലും കുഴപ്പമില്ല, തൻ്റെ ആ ഒരു ദേഷ്യം അനന്തമാഷിനോടുള്ള ആ പക അത് തീർക്കാനാണ് എന്നുള്ള സത്യം രവി അറിയാണ്. ഇതിനെല്ലാം ഒത്താശ ചെയ്യുന്നത് സുശീലയാണെന്നും തൻ്റെ ഭാര്യയ്ക്കാണെങ്കിലോ ഇന്ദ്രൻ എന്ന് വെച്ച ജീവനാണെന്നും ഇന്ദ്രൻ പല തവണകൾ അവളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഇന്ദ്രനെ അടുത്തടുത്ത് കൂട്ടിപ്പിടിച്ച് ഓരോ ഭീഷണികൾ പറഞ്ഞ് വീണ്ടും വീണ്ടും ഹർഷ പറയുന്നത് കേട്ട് ഇന്ദ്രന് വീഴേണ്ടി വരുന്ന ആ മാനസികാവസ്ഥയൊക്കെ രവി നേരിട്ട് കാണണം കേട്ടോ. അതുകൊണ്ട് തന്നെ രവി മനസ്സുകൊണ്ട് ഒരു തീരുമാനമെടുക്കുകയാണ്. ഡോക്ടറെ അടുത്തോട്ട് സത്യങ്ങൾ അറിയാൻ പോകണം, ഹർഷ അറിയാതെ അത് പോകണമെന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ രവി തന്നെ കാണിച്ചിരിക്കുന്ന ആ ഡോക്ടറെ എല്ലാം കാണിക്കുക. പിന്നീട് വേറെ ഒരു ഡോക്ടറെ രവി ചെന്ന് കാണണം. അപ്പോൾ ആ ഡോക്ടർ സത്യം വെളിപ്പെടുത്താണ്, രവി നിനക്ക് ഒരിക്കലും കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല, നിനക്ക് ഇനി കുഞ്ഞുങ്ങൾ എന്ന ഒരു ആഗ്രഹമുണ്ടെങ്കിൽ നീ ദത്തെടുക്കുക, പിന്നെ കൃത്രിമമായി ഉണ്ടാക്കുന്ന അങ്ങനെ എന്തെങ്കിലും വഴിയോ തിരഞ്ഞെടുക്കുകയാണ് നല്ലത്. നിനക്കൊരിക്കലും കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്ന സത്യം പറയുമ്പോൾ അത് നിങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് പറയണം കേട്ടോ. എന്നാൽ ഈ സമയം ഡോക്ടർ പറയുമ്പോൾ ഒരു തെറ്റും എനിക്ക് പറ്റില്ല, നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ രവി പറയുമ്പോൾ എൻ്റെ ഭാര്യ ഇപ്പോൾ ഗർഭിണിയാണല്ലോ, എന്നാൽ അത് നിങ്ങളുടെ കുഞ്ഞാവില്ല എന്ന് പറയുമ്പോൾ ഡോക്ടർ തമ്മിൽ രവി വഴക്ക് കൂടുന്നുണ്ട് കേട്ടോ. പിന്നീട് ഡോക്ടർ പറയണേ, നിങ്ങളുടെ ഭാര്യയുടെ വയറ്റുള്ളത് അത് നിങ്ങളുടെ കുഞ്ഞല്ല, അത് നിങ്ങളൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഇനി ഞാൻ ഈ പറയുന്നത് കള്ളമാണെങ്കിൽ നിങ്ങൾ ഞാൻ പരിശോധിച്ച ആ സർട്ടിഫിക്കറ്റ് ഒന്നുമില്ലാതെ നിങ്ങൾ എവിടെ പോയാലും ഇത് തന്നെയാണ് ആരും പറയുക എന്ന ആ ഒരു ഇത് ഡോക്ടർ പറയണം കേട്ടോ. അങ്ങനെ രവി പിന്നീട് തന്നെ പരിശോധിച്ചിരിക്കുന്ന ആ ഡോക്ടറുടെ അഴുകിലോട്ട് തന്നെ രവി ചെല്ലാണ്. ഇതേ സമയം രവി സത്യങ്ങൾ ആ ഡോക്ടറിൽ നിന്ന് തന്നെ അറിയാൻ ശ്രമിക്കാൻ കേട്ടോ. രവി പറയാണ്, ഡോക്ടർ എനിക്കൊരു സത്യം അറിയണം, ഒരു നിരപരാധിയാണ് ഞാൻ എൻ്റെ ഭാര്യ എന്ന് വെച്ച് ജീവിച്ച ഒരാളാണ്. പക്ഷേ ഡോക്ടറും എൻ്റെ ഭാര്യയും കൂടി എന്തെങ്കിലും കള്ളക്കളികൾ ഇവിടെ നടത്തുന്നുണ്ടോ, ആ സത്യമാണ് എനിക്ക് അറിയേണ്ടത് എന്ന് പറയുമ്പോൾ രവിയോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾക്കറിയേണ്ടത്. ഞാൻ ഒരിക്കലും ഒരു അച്ഛനാവില്ല എന്നുള്ളത് നിങ്ങൾ വിധി എഴുതിയതല്ലേ, പിന്നെ എൻ്റെ ഭാര്യ ഇപ്പോൾ ഗർഭിണിയാണ്, ഇതിന് മുന്നേ ഗർഭിണിയാണ് എന്നൊക്കെ പറയുമ്പോൾ
ഡോക്ടർ പറയണേ, നിങ്ങൾക്കൊരിക്കലും കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്ന നേരെ തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ ഭാര്യ അന്ന് എനിക്കൊരു ഫോൺ കോൾ വിളിച്ചിരുന്നു, നിങ്ങൾ അവളെ സംശയിക്കുന്നെന്നോ വേറെ ഒരുത്തിനുണ്ടായ കുഞ്ഞെന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് അന്നേ ഞാൻ നിങ്ങളുടെ ഭാര്യയെ ഒന്ന് നോട്ട വിട്ടതാണ്. പക്ഷേ ഇതിൻ്റെ പേരിൽ ഒരു വഴക്കൊന്നും ഉണ്ടാവരുത്, ചിലപ്പോൾ ദൈവം നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് തന്നതായിരിക്കാം എന്നിങ്ങനെ ഡോക്ടർ പറഞ്ഞ് കൈയൊഴുന്നു കേട്ടോ. എന്നാൽ ഈ സമയം ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ ഈ ഡോക്ടർ ഇത് പറഞ്ഞതിന് ശേഷമാണ് ഇവരെന്തായി പറയുന്നത്, ഇവരെന്തായി ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടി ഒളിഞ്ഞും പാത്തും രവി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന കേട്ടോ. അതിനുശേഷമാണ് പിന്നീട് അനുപമ ഇങ്ങനെ കയറി വരുന്നതും അനുപമ കയറി വന്ന കാര്യങ്ങൾ പറയുന്നതും. അതോടുകൂടി രവി ഒരു തീരുമാനമെടുക്കുകയാണ്. തന്നെ തൻ്റെ ഭാര്യയെ എല്ലാത്തിനും വളം വെച്ച് കൊടുക്കുന്നത്, തൻ്റെ മകന് തൻ്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി വിട്ടുകൊടുക്കുന്നത് സുശീല തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരാദ്യം കരയണം, അവർ കണ്ണീര് കൊണ്ട് തന്നെ ഉത്തരം പറയണം, എന്നിട്ടാവും ഹർഷയ്ക്കുള്ള തിരിച്ചടി കൊടുക്കുക എന്ന തീരുമാനമെടുക്കുന്നത്. പിന്നീട് രവി ഈ കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷം രവി ഹർഷയുടെ മുഖത്തടിച്ച് ചോദിക്കുന്നുണ്ട്, എടി ഇത് എൻ്റെ കുഞ്ഞ് തന്നെയാണോടി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ എന്താ രവിയേട്ട ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അപ്പോൾ ഇന്ദ്രനെ അവിടെ വിളിച്ചു വരുത്തിയിട്ടുണ്ടാവും സുശീല, കാരണം പ്രസവം എടുക്കാൻ പോവും, കാരണം തൻ്റെ മകൻ്റെ കുഞ്ഞാണല്ലോ. അതുകൊണ്ട് തന്നെ ആൻറ്റി വരണമെന്ന് ആവശ്യപ്പെടും, ഇന്ദ്രൻ ഇവിടെ ഉണ്ടാവണമെന്നും ഹർഷ നിർബന്ധിക്കും. അതുകൊണ്ട് തന്നെ ഈ പറയുന്നത് കേട്ട് ഇന്ദ്രനും ഈ പറയുന്ന സുശീല അവിടെ ഉണ്ടാവും. അങ്ങനെ പ്രസവമൊക്കെ കഴിഞ്ഞ് റൂമിലോട്ട് കൊണ്ടുവന്നതിന് ശേഷമാണ് രവി ഇത് ചോദിക്കുന്നത്. എന്താ രവിയേട്ട എങ്ങനെയൊക്കെ പറയുന്നത്? എടി ഇത്രയും നാളും നീയും ഈ നിൽക്കുന്നവനും എന്നെ കബളിപ്പിച്ചതെന്നറിയാം, അതിനെ കുടപിടിച്ച് കൊടുക്കാൻ ഈ വൃത്തികെട്ട അമ്മ എന്ന് പറയുന്ന ഈ സ്ത്രീ മറ്റൊരുത്തിക്ക് സ്വന്തം മകനെ കൂട്ടിക്കൊടുക്കുന്ന പ്രവൃത്തി ഈ സ്ത്രീക്ക് മാത്രമേ അത് കഴിയുകയുള്ളൂ. ഞാൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞതാടി, നീ എൻ്റെ കുഞ്ഞിനല്ലടി ജന്മം നൽകിയിരിക്കുന്നത്, ഇവൻ്റെ കുഞ്ഞല്ലടി ഇത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് രവി സത്യങ്ങളെല്ലാം അനുപമയോട് ചെന്ന് പറയണേ. അതറിയുന്ന അനുപമ പിന്നീട് ഇന്ദ്രനെ തള്ളിക്കളിക തന്നെ ചെയ്യും. എന്നാൽ ഈ സമയം രവി ഡിസ്ചാർജൊക്കെ ആയി വന്നതിന് ശേഷം രവി ഇങ്ങനെ പാത്തും പതുങ്ങി ഇരുന്ന് ഹർഷയെ കൊല്ലുന്നുണ്ട് കേട്ടോ. നിനക്കൊരിക്കലും നീ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ പാടില്ല, നീ അവനുമായി എന്നെ ചതിച്ചിട്ട് ജീവിക്കാൻ പാടില്ല. എന്ത് സുഖക്കുറവ് കൊണ്ടാണ് നീ അവനെ തേടിപ്പോയതെന്ന് എനിക്കറിയില്ല. പണവും പ്രതാപവും ഒക്കെ ഞാൻ തന്നു, എനിക്ക് ഗൾഫിലുള്ള ജോലി പോലും ഇന്ന് പോയത് നീ ഒറ്റൊരുത്തി കാരണമാണ്, എൻ്റെ അച്ഛനന്മാരുടെ അവരോടുള്ള സ്നേഹബന്ധം പോലും പോയത് നീ കാരണമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് രവിയെ കൊല്ലുന്ന ആ ഒരു സീന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് രവിയുടെ പക. അതുകൊണ്ട് തന്നെ ഈ സത്യൻ്റെ കല്യാണം മുടക്കും ഈ പറയുന്ന ഈ രാഹുൽ തന്നെയാണ് ഇനിയിപ്പോൾ ഇന്ദുവിൻ്റെ കഴുത്തിൽ താലി കെട്ടുക. അതോടുകൂടി ഏറ്റവും വലിയ ഉയരത്തിലോട്ട് ഇങ്ങനെ സുധൻ എത്തിച്ചിട്ട് താഴോട്ടിടുന്ന ആ ഒരു അവസ്ഥയാണ് കേട്ടോ ഇനി ഉണ്ടാവാൻ പോകുന്നത്. പക്ഷേ വിനയൻ്റെ മാറ്റം അത് ശരിക്കും റീമേക്കിലില്ല. അതെന്താ എന്നറിയില്ല. വിനയൻ താൽക്കാലികമാണോ യാഥാർത്ഥ്യമാണോ എന്ന് നമുക്ക് മലയാളം സീരിയൽ കാണുമ്പോൾ മനസ്സിലാക്കാനും കഴിയുന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് റീമേക്കിൽ ഓടിയിട്ടുള്ളത്. അതുകൊണ്ട് രവിനെ ഹർഷയെ കൊന്ന് ലാസ്റ്റ് രവി ജയിലിൽ പോവാതിരിക്കാൻ സച്ചിയാണ് അതിലിടപെട്ട് രവിയെ രക്ഷിച്ച് കൊണ്ടുവരുന്നത് കേട്ടോ. പിന്നീട് ഇന്ദ്രൻ അനുപമയുടെ കാല് പിടിക്കാൻ നോക്കും. ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല, അറിഞ്ഞും കൊണ്ട് ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല, എനിക്ക് ഹർഷയുടെ കൈകളിൽ ഞാൻ അകപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ രവി അവിടെ അനുപമയുടെ മുന്നിൽ വെച്ച് പറയും, അകപ്പെട്ടത് സ്വന്തം അമ്മ മകന് ഹർഷയെ കൂട്ടിക്കൊടുത്തു എന്ന് പറയാം, അതിന് സൗകര്യമുണ്ടാക്കി കൊടുത്തു എന്ന് പറയാം. അതുകൊണ്ട് അനുപമേ, നിനക്ക് ഇനി തീരുമാനിക്കാം, നീ ഇവൻ്റെ കൂടെ ജീവിക്കണോ വേണ്ടയോ എന്നുള്ളത്. ഇവർ ഒരു കുഞ്ഞിനല്ല എൻ്റെ ഭാര്യയ്ക്ക് ജന്മം നൽകിയിരിക്കുന്നത്, 2 മക്കൾക്ക് ജന്മം നൽകിയതും 2ഉം സുശീലയുടെ അറിവോട് കൂടിയാണെന്ന് പറയുന്നിട്ടോ. ഇതൊക്കെ കേൾക്കുന്ന അനുപമ ആകെ തകരും. പിന്നീട് അനുപമ ഇന്ദ്രനെ വേണ്ടെന്ന് വെക്കുന്ന ആ ഒരു സീനാണ് റീമേക്കിൽ ഉള്ളത്. എന്തായാലും ലാസ്റ്റ് പിന്നീട് വരുന്നത് ഈ പറയുന്ന രവിയും അനുപമയുമായി ഒരു വിവാഹമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ എന്തായാലും ഇനി എന്താ ഇവിടെ വരിക എന്ന് പറയാൻ കഴിയില്ല, കാരണം റീമേക്കിൻ്റെ എല്ലാ എപ്പിസോഡും ഇവിടെ വരുന്നില്ല കേട്ടോ.